എനിക്ക് മാത്രമേ വേദന ഇല്ലെന്നാണ് ജിത്ത് പറയുന്നത്. വെടിയൊക്കെ അറിയില്ല കേസ് പോയെന്നൊക്കെയാണ് പറയണത്, പക്ഷെ പോയിട്ടില്ല. അതിന്റെ ഉള്ളിൽ ബുക്ക് ചെയ്യണ്ട സിനിമക്ക്. ഒന്നുകൂടെ ബുക്ക് ചെയ്യാം. ടിക്കറ്റ് ബുക്ക് ചെയ്യണം. വെള്ള സിനിമ നോക്ക്. ഷിപ്പിംഗ് കണ്ടെത്തുമൊക്കെ നാളെ റിലീസാവും. അതിവൻ സീനാക്ക്. നിന്റെ ബ്ലോഗിൽ പുതിയത് തുടങ്ങാം. എന്താ റിവ്യൂ? റിവ്യൂ ഹനുമാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇത് വരുള്ളൂ. 3:45 സെൻട്രൽ സ്ക്വയർ മാളിലുണ്ട്. നോക്കട്ടെ. എന്നാ 3 ടിക്കറ്റ് ബുക്ക് ചെയ്താ. 3 ടിക്കറ്റ് ഇവന് പിന്നെ ഞാൻ ഇതിനെ കാണണ്ടേ? കാണാറില്ല. ഇതാണ് ക്യാമറാമാൻ, എഡിറ്റർ, ഡയറക്ടർ എല്ലാം. ഓക്കെ ഇനിയിപ്പോ എത്ര കണ്ടാൽ നോക്കിയതാ എന്തൊരു ആക്ടിങ് ആണെന്ന് നോക്ക്. ഇപ്പൊ ബുക്ക് ചെയ്തേ. ഓ അയ്യോ QR കോഡ് നമ്മ ഇത് കഴിഞ്ഞിട്ടില്ലേ കാണുള്ളൂ. ഓക്കെ എത്ര ഷോടാ? 10:45 ഗൈസ്. ഇവന്റെ ലാസ്റ്റ് സിനിമയാണ് ഞങ്ങളുടെ ഒപ്പമുള്ള. ഇവൻ എത്ര എന്നാ പോണം? 9-ാം തീയതി എറണാകുളം വിടിയാണ് ഗൈസ്. തിരുവനന്തപുരം. പിന്നെ ഒരു ഫുഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഒരു സൈഡിലായിട്ട് വരും കേട്ടെ. ഇവിടെ വരും. അവനും ഇറങ്ങി. ഓക്കെ എന്തിനാ മോട്ടോർ ബൈക്ക് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാം. ഫോണെന്ന് കാണിച്ചു പറഞ്ഞ ഫോൺ മറ്റേ നീ മറ്റേ അൺപാക്ക് ചെയ്യേണ്ട കാണിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇത് വരുവുള്ളൂ. ഇതാണ് ഗൈസ് ഫോൺ. വാട്സപ്പൊന്നും എടുക്കല്ലേ സീനെ. ഇറങ്ങാ ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് എവിടെ നിന്ന് കഴിക്കാനാ? നേരെ പോയിട്ട് വൺ ഡ്രൈവറാ, പക്ഷെ വഴി അറിഞ്ഞൂടാ. പാലാരിവട്ടത്തിന് നോർത്ത് പോകാൻ അറിയാമോ? പാലാരിവട്ടത്തിന് കറങ്ങിയാ പാലാരിവട്ടം വരെ നീ എത്തും. അവിടെ നിന്ന് നമുക്ക് ഇവനെ പിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ അവിൽ മിൽക്ക്, മുട്ട ബോണ്ട, മറൈൻ ഡ്രൈവ് വന്നിട്ടുണ്ടോ? ഞാൻ ഇല്ലെന്നോ? ഇവിടെ വന്നിട്ടുണ്ടോ? ക്യൂൻസ് വൈല് ഒരു പ്രാവശ്യമല്ലേ വന്നു. ഗോവ ട്രിപ്പിന്റെ കഴിഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ്. വ്യൂസ് കൂടിയത് ഏത് വീഡിയോക്കാണ്? നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്. അതിനാണ് വ്യൂസ് കൂടുതൽ. ഇതിനും അതേപോലെ കൂടുമായിരിക്കും. ഇത് മോനെ മുത്തിട്ടിട്ട് കഴിക്കണതാ. കൊള്ളാടാ. എടാ അടി കിട്ടും. മാറാ 50 രൂപ വരുമോ? 30. കിतना? ഇത് എത്ര? 50. ഇത് കടയിൽ 30. ഇത് ലേസർ അല്ല. ലേസർ എത്ര? അതിനാ മുത്ത് അടിക്കണ. പിന്നെ നീ അവിടെ മറ്റേത് വാങ്ങിച്ചു. അത് പൊട്ടാസ്. അത് സൗണ്ടെങ്കിലും വരും. വെടിവെച്ച സൗണ്ട് വരും. ഏത് വെടിയാലും സൗണ്ട് വരും. ഇല്ല, ചില സൗണ്ട് വരൂല വെടിയില്. എന്താ എക്സ്പേർട്സ് ഇത് വരും കേട്ടാ. ബ്യൂട്ടി ഞാൻ പറയുന്നത്. ഇല്ല, അത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ. നീ എവിടെ പോയി? നീ മറ്റേ വീടിന്റെ പെരവാസ്തിരി എന്നൊക്കെ പറഞ്ഞു പോയത്.
സമയത്ത് ഒന്നിനും ഇല്ലായിരുന്നല്ലേ. ലാസ്റ്റ് പ്രാവശ്യം വരാന്ന് വെച്ചാൽ വന്ന് വീടിനെ കട്ടിലാക്കുന്നില്ല. ജീവി തമിഴില് എന്നിട്ട് മറ്റേ തമിഴ് ഞാനും ജീവിയും കൂടി ഡാൻസ് കളിച്ചു. മറ്റേ ആദർശിന്റെ വാവകളി മറ്റേ ഫ്രൂട്ട്സ് ഇട്ട് മാറ്റിയത്. എല്ലാത്തിലും ഞാൻ മ്യൂട്ട് ചെയ്യണം. ഇതിൽ ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്ത് ഞാൻ ഓരോന്ന് കണ്ടുപിടിച്ചിരുന്ന് മ്യൂട്ട് ചെയ്യണം. നമ്മ മീൻ വാങ്ങില്ല കഥ പറയണം. ബസ്സിന്റെ അടി പോണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്നില്ല. ഞാനും നീയും കൂടി പോയത്, ആദർശം പിന്നെ ആരും കൂടി പോയത്. അതിലാണ് മറ്റേ പ്രശാന്തിന്റെ ചിക്കൻ വാങ്ങിച്ച സ്റ്റോറി പറഞ്ഞു. അല്ലല്ല അത് വേറെ, അത് പിന്നെ പോയത്, അതിന് മുമ്പ് പോയത്. നീ മറ്റേ അവിടെ എടുത്തത്. അതെടുത്തായിരുന്നു. അങ്ങനെ അവസാനം ജിത്തു 80 രൂപ പറഞ്ഞ തോക്ക് 40 രൂപയ്ക്ക് കഞ്ചി കാല് പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അടിക്ക് മാത്രമേ വേദനയില്ലെന്നാണ് ജിത്തു പറയുന്നത്. എന്നാലും 40 രൂപയ്ക്ക് കിട്ടി. നമ്മൾ ചോദിച്ചു, പലരും 50 രൂപ 80 രൂപ പറഞ്ഞു. നമ്മൾ പറഞ്ഞ റേറ്റിന് 40 രൂപയ്ക്ക് വാങ്ങിച്ചു. അൺബോക്സിംഗ് ആണ്. അവന്റെ വേർപ്പിന്റെ വില അവൻ അടിച്ച് വലിച്ച് കീറി പൊട്ടിക്കാണ് ഗൈസ്. ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം ഫസ്റ്റ്. അവിടെ നിന്ന് പോലീസ് നോക്കുമ്പോ തീവ്രവാദികൾ പോലെ മതി മതി വന്നിട്ടാ മതിയെ. ഓ തോക്കില് ബുള്ളറ്റ് ഇടും ഗൈസ്. ബുള്ളറ്റ് തന്നെ കാണിക്കടാ. നമ്മൾ ഗൈസ് ഇത് തോക്ക് നമ്മളിവിടെ കാണുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞു പിള്ളേർക്ക് കളിക്കുന്നത്. ഒരു പിള്ളേർക്ക് കൊടുക്കില്ല, ഇതെനിക്ക് വേണം. ഏത് പിള്ളേർക്ക്? അല്ല, ഇങ്ങനെ കാണുന്ന കുഞ്ഞു പിള്ളേർക്ക് ഒരു പിള്ളേർക്ക് കൊടുക്കാം. എന്നാ ഇത് അഖിൽ എന്ന് പറയുന്ന കുഞ്ഞു ഭാവയ്ക്ക് നമ്മൾ പ്രസന്റ് കുഞ്ഞാവ് തോക്കം പഠിച്ചോണ്ടിരിക്കണം. ഒരു വീക്ക്നെസ് വെടി പൊട്ടിക്കാനും. അത് നിറയ്ക്കാൻ കുറെ നേരമായി. മതിയടാ, എല്ലാം നിറയ്ക്കാൻ പോണ നീ. ബാക്കിയുണ്ട് കായ്. ഓരോ ഉണ്ടയും വിലപ്പെടുന്നത് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട. നീ മുത്ത് എറിഞ്ഞു കളിച്ചാൽ മതിയടാ, തോക്ക് വേണ്ട ഗൈസ്. തോക്ക് പൊട്ടി ഗൈസ്. ഉണ്ട വെളിയിലെടുത്ത് ഉണ്ട വെളിയിട്ട് വിടറാ കണി. എടാ എല്ലാ ബുള്ളറ്റും കൂടെ ഒന്നിച്ച് ലോഡായി. അതുകൊണ്ടാ അതാ കംപ്ലൈന്റ് എന്ന് പറഞ്ഞത്. 20 രൂപ കിട്ടുന്ന സാധനം 40 രൂപ വാങ്ങിയിരിക്കും. തിരിച്ചു വരൂല്ല കായ്. വെടി വെച്ചാലേ തിരിച്ചു വരുള്ളൂ. ഇതിന്റെ ഹെൽമെറ്റിനകത്ത് വെച്ച് ശരിയാക്കണം. ചെവിക്കകത്ത് കയറിയിരിക്കും. അവന്റെ അടുത്ത് രണ്ടെണ്ണം അവിടെ ഇത് നിറച്ചു വേണമെന്ന്. ഒത്തിരി ബുള്ളറ്റ് ഇടാൻ പറ്റില്ലെന്ന് തോന്നുന്നു. തൽക്കാലം 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. ടെസ്റ്റ് അടിച്ചു നോക്കാം. എന്നെ ചെന്നത്തേക്കന്ന് കണ്ണിട്ടൊന്നും വെടി വെക്കാം. അതിന് വെടി വേ. അവനെ വെടി വെക്കടാ. വെടി മുകളിലേക്ക് ഞാനൊരു വെടി സ്ലോ മോഷൻ കേട്ടോ. ഞാൻ പൊട്ടി. എവിടെ ലോഡായില്ല. വെടി വെച്ച പക്ഷെ ഉണ്ട പോയില്ലേ. എപ്പോഴും ഇങ്ങനെ എവിടെ ആ ഉണ്ടെന്നല്ല മിച്ചറാണ്. ഇങ്ങോട്ട് ഉണ്ട്. ഒരു ഉണ്ടുണ്ട് ഗൈസ്. എത്ര ഉണ്ടായിരുന്നുണ്ടാ? 10-200 ഉണ്ടായിരുന്നു. ലോഡാക്കിയിട്ടുണ്ട് ഗൈസ്. പോയാ വെടിയൊക്കെ അറിയില്ല ഗൈസ്. പോയെന്നൊക്കെയാണ് പറയണത്, പക്ഷെ പോയിട്ടില്ല. അതിന്റെ ഉള്ളിലുണ്ട്. ബുള്ളറ്റ് അതിനകത്ത് കയറിയാന്ന് അതിനകത്ത് ലോഡായിരിപ്പുണ്ട്. മതി. വെടിയൊക്കെ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ 1ാം ക്ലാസ്സിൽ ചെറിയ ഓർമ്മ ഉള്ളത് ദീപാവലിയൊക്കെ ആകുമ്പോ തോക്ക് പണ്ടേ ഒരു വീക്ക്നെസ്സാണ് വെടി വെക്കാൻ. കേട്ടാ, അങ്ങനെ എനിക്ക് 1ാം ക്ലാസ്സിൽ തോക്കുണ്ടാകുമ്പോ പൊട്ടാസ് വെക്കുന്നതല്ല, അതും വേറൊരു ടൈപ്പാണ്. അതിന് മുമ്പേ എനിക്ക് തോക്കുണ്ടായിരുന്നു. ഈ മുത്തിന് ഒറിജിനൽ സാധനം. അതൊക്കെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടാണ് പ്ലാസ്റ്റിക്കിനൊക്കെ ഈ ബൈനോക്കുലർ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു സാധനം.
ലേസർ ഒന്നുമില്ല, ജസ്റ്റ് ഇതുകൊണ്ട് നമുക്ക് ചുമ്മാ തിരിക്കാൻ പറ്റുന്നുള്ള അതേപോലത്തെ സാധനത്തിനുള്ള തോക്ക് കിട്ടി. അത് കുറേ നാൾ ഉപയോഗിച്ച് അത് പൊട്ടിപ്പോയപ്പോൾ എനിക്ക് ലേസർ ഇതിലുള്ള തോക്ക് വേണം. അങ്ങനെ ഞാനെന്ത് ചെയ്ത്, ഞാനിങ്ങനെ കടയിലൊന്നും കിട്ടാനില്ല. പിന്നെ ആ സമയത്താണ് നമ്മൾ ആ ചെറുതിലേക്ക് ഒരു കറുത്ത ബൈനോക്കുലർ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഇതേപോലെ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ ഇതേപോലെ ബൈനോക്കുലർ വേണം. സാധാ തോക്കുണ്ട് ബൈനോക്കുലർ, അതിനെന്താണ് ചെറിയ അത് വേണമെന്ന് പറയും. അപ്പോൾ അത് വാങ്ങിയെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി മാത്രം ഇതിലെടുത്ത് ഒട്ടിച്ച് വെക്കാമല്ലോ. എന്നിട്ട് ഞാനിത് കുറേ നാളിങ്ങനെ അപ്പോഴൊന്നും പറഞ്ഞു കൊടുക്കുന്ന ആയിട്ടില്ല. ഞാൻ പറഞ്ഞു ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നമ്മളവിടെ ഫാൻസി കട വന്നു. അന്ന് ഫാൻസി കടയൊന്നുമില്ല. ആദ്യമായിട്ട് വന്നപ്പോൾ അവിടെ കുറേ കളിപ്പടം. അന്ന് ബൈനോക്കുലർ നോക്കാൻ പറ്റി. അന്ന് നോക്കിയപ്പോഴേ അന്നത്തെ, അതായത് 2005-2006 ആ സമയത്ത് 450 രൂപ വരെയുള്ള ബൈനോക്കുലർ ഒറിജിനൽ പോലത്തെ സാധനം. അത് വാങ്ങിയിട്ടോ എന്ത് ചെയ്യാൻ, പൊട്ടിക്കാൻ പറ്റൂലല്ലോ, അത്രയും വിലയില്ലേ. ഇന്നത്തെ 2000-3000 രൂപയ്ക്ക് വില വരുമെന്ന് പറഞ്ഞു. വേണ്ട, അത് കഴിഞ്ഞിട്ട് അപ്പം വലിയ ബൈനോക്കുലറല്ലേ, ബൈനോക്കുലർ വെച്ചപ്പോഴത്തേക്ക് അത് പ്രത്യേകിച്ച് അത് പിന്നെ അല്ലാത്ത തോക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോക്ക് കാണുമ്പോൾ ഇതേപോലെ വെടിവെക്കാനല്ല, എടുത്തിട്ടൊന്ന് പെരുമാറാൻ തോന്നും. ജഗത് പ്രഭു പറഞ്ഞ സജസ്റ്റ് ചെയ്ത എൻ്റെ മോനെ കടയിലൊരു തട്ടുകടയിലാണ് വന്നിട്ടുള്ളത്. ജഗത്തിന്റെ കമ്പനിക്കാരൊക്കെ ആയിട്ട് വന്നത്. ആ കടയിൽ തരുന്നത് കടയിലൊരു തട്ടുകട. സെൻട്രൽ സ്ക്വയർ മാളിന്റെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെ കിടക്കുന്ന റോഡ്. കടയിലൊരു തട്ടുകട, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. വാലന്റൈൻസ് വീക്കിൽ ഇവിടെ നടക്കില്ല, ഫോട്ടോ എടുത്ത് തരാം. ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ പിന്നെ ഇനിയും പോണോടാ, ഇനിയും പോണോ ഒരു ഫ്ലോർ. ഇത് എത്ര ഫ്ലോർ ഉണ്ട്? 10 ഫ്ലോർ. ചാടി വെക്കാം പറയും. ഈസിയാണ് നീ പറഞ്ഞത്. ഇത് ബാക്കി പടം കണ്ടായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. അൺറിയൽ യൂസ് ചെയ്ത് കുറേ ഷോർട്ട് എടുത്തപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഹനുമാനെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹനുമാൻ അവസാനമാണ് പറഞ്ഞത്. മറ്റേ വാലുവല്ല ലാസ്റ്റ് വരും പോലെ ഇതിന് ഹനുമാൻ റിയൽ ആയിട്ട് ക്യാപ്ചർ ചെയ്ത വിഷ്വൽസും കൂടെ കമ്പൈൻ ചെയ്തത് കൊള്ളത്തില്ല. CG-യുടെ വിഷ്വൽസ് എല്ലാം പക്ഷെ തമ്മിൽ കമ്പൈൻ ചെയ്തത് ശരിക്കും നമുക്ക് എടുത്തറിയാൻ പറ്റും. ഗ്രീൻ സ്ക്രീനിൽ പിടിച്ചതും രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തേക്കുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സൂപ്പർ ഹീറോ ടൈപ്പ് മൂവി ആയതുകൊണ്ട് കഥയ്ക്ക് ക്ലീശയാണ്. ഇതിന്റെ സാങ്കേതിക വിദ്യയാണ് കടുകട്ടി മലയാളം. അത് രാത്രി എത്ര മണിക്കാണ്? രാവിലെ എത്ര മണിക്കാ കാണിച്ചു തരാം സമയം എത്രയാണ്. സാങ്കേതിക വിദ്യ CG ഷോട്ടെല്ലാം അടിപൊളി. CG ഷോട്ട് അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗം ഈ 90 എന്ന പടത്തിൽ ഒരു സീന് പോലും ഒറിജിനാലിറ്റി തോന്നാനില്ല. അതല്ലല്ലോ നമ്മൾ അൺറിയലിൽ പ്രതീക്ഷിക്കുന്നത്. ഒന്നുമില്ല, ഒരു ഷോട്ട് ഒറിജിനൽ പോലും ഇല്ല. എല്ലാ ആ ഒരു കറക്റ്റ് ആനിമേഷൻ ടൈപ്പ് 90. ഞാനൊരു കാര്യം പറയട്ടെ,
ഒരാൾ റിവ്യൂ എന്ന് ഒരാൾ പറയണ്ടത് എനിക്ക് റിവ്യൂ പറഞ്ഞോണ്ട് ഇവിടെ പറയണം. പടം നല്ലതല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടെന്നല്ല അറിഞ്ഞു. അതല്ലേ റിവ്യൂ. പിന്നെ അല്ലാണ്ട് ഞാൻ പടത്തിന് കീഴ് മുട്ടെന്ന് പറഞ്ഞു. അറിയാന്നുള്ളത് അത് പറയും. മഹേഷിനെ ആദർശനെ കാണിച്ചിട്ടുണ്ട് സീന.